എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിന് പിന്നാലെ വിദ്യാർത്ഥിനി സ്കൂൾ മാറുന്നു എന്ന വാർത്ത വരുന്നു. സ്കൂൾ വിടാൻ തീരുമാനിച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങും. കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിൽ കുട്ടിക്ക് തുടരാൻ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് പിതാവിൻ്റെ പക്ഷം. ആൻമരിയ സണ്ണി നമുക്കൊപ്പം ചേരുകയാണ്. ആൻമരിയ, എനിക്കൊരു അവസാന തീരുമാനം കുടുംബം എടുത്തു കഴിഞ്ഞോ കുട്ടിയെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ? തീർച്ചയായിട്ടും കുട്ടിയെ സ്കൂൾ മാറ്റുക എന്ന അവസാനഘട്ട തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയിട്ടുണ്ട്. കുട്ടിയുടെ പിതാവാണ് അക്കാര്യം നമ്മളെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ കുട്ടിക്ക് ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് സ്കൂളിലേക്ക് ഇപ്പോൾ ഇല്ല. തിങ്കളാഴ്ച മുതൽ സെന്റ് റീത്താസ് സ്കൂളിലേക്ക് തന്നെ കുട്ടി എത്തും എന്നായിരുന്നു ആദ്യം നമ്മളെ അറിയിച്ചിരുന്നത്. പിന്നീട് ഇന്ന് രാവിലെ വിളിച്ചിട്ടാണ് കുട്ടിയെ അവിടെ നിന്ന് നമ്മൾ മാറ്റുകയാണ്, TC മേടിക്കുകയാണ്. കുട്ടിക്ക് അവിടെ തുടരാൻ വേണ്ടിയിട്ട് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ആ രീതിയിലുള്ള ചില സംഭവങ്ങൾ ആ സ്കൂളിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സ്കൂൾ മാറുകയാണ്. TC മേടിച്ചുകൊണ്ട് കുട്ടിയെ അവിടെ നിന്ന് മാറ്റും. ഇതിന്റെ മറ്റു കാരണങ്ങളും ഇതിന് പിന്നിലെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് ഇന്ന് 10 മണിക്ക് കച്ചേരിപ്പടിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണും. അതിനെ തുടർന്ന് അത്തരം കാര്യങ്ങളെല്ലാം അറിയിക്കുമെന്നാണ് പിതാവ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും എറണാകുളം സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ആ ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അതും ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ വന്നതാണ്. കുട്ടിയുടെ സ്കൂൾ നിയമാവലി അനുസരിച്ച് തന്നെ കുട്ടി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്നുള്ള കാര്യം പിതാവ് ആദ്യം അറിയിച്ചതാണ്. അതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി രംഗത്തേക്ക് വരുന്നത്. മന്ത്രിയുടെ ഭാഗത്തു നിന്നും സ്കൂൾ മാനേജ്മെന്റിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളെല്ലാം ഉണ്ടായതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ സ്കൂൾ മാറുന്നു എന്ന അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോൾ കുട്ടിയുടെ പിതാവ് എത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ആൻമരിയ സണ്ണി. നമുക്ക് ആ കുട്ടിയും കുടുംബത്തെയും കുറ്റം പറയാനും കഴിയില്ല എന്നുള്ള അവസ്ഥയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.